പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. അവിടെ പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണൻ കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ശശി, പത്തനംതിട്ടയിൽ കാര്യമായ മഴ പെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇന്നലെ റോഡിലേക്ക് മരമൊക്കെ വീണ് ചെറിയ അപകടങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. എന്താണ് ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ? എൽദോ, പത്തനംതിട്ടയിൽ നിന്ന് രാവിലെ മുതൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ചിലയിടങ്ങളിൽ ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വനമേഖലകളിലൊക്കെ അല്പം മഴ ശക്തമായ രീതിയിലുണ്ടെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും പക്ഷേ നഗരപ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ മഴ നേരിയ ചാറ്റൽ മഴയാണുള്ളത്. ആകാശം മേഘാവൃതമാണ്. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലയിൽ വലിയ ജാഗ്രതാ നിർദ്ദേശവും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ റെഡ് അലർട്ടാണ് ജില്ലയിലുള്ളത്. ഇന്നും നാളെയും പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ടാണുള്ളത്. 23-ാം തീയതി ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും 3 ദിവസങ്ങളിൽ തുടർച്ചയായി ജില്ലയിൽ മഴ ശക്തമായ ഒരു തീവ്ര മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മണിക്കൂറുകളിൽ 115 മുതൽ 104 വരെ മഴ ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുൻകരുതലും ഒക്കെ ജില്ലയിൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗവി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയ്ക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കുട്ടവഞ്ചി സവാരിയെല്ലാം നിർത്തിവെച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിലുള്ള യാത്രയ്ക്കൊക്കെ മലയോര മേഖലയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കിഴക്കൻ മലയോര മേഖല ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുള്ള സാധ്യതയുള്ള മേഖലകളിലെ താലൂക്കുകളിൽ ഇപ്പോൾ പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. കാരണം അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു അത്യാഹിതമോ മണ്ണിടിച്ചിലോ വെള്ളപ്പൊക്കമോ പ്രളയമോ ഉണ്ടായാൽ അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി 44ഓളം ക്യാമ്പുകൾ വിവിധ സ്ഥലങ്ങളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചില്ലെങ്കിലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ നദിയിലെ ജലനിരപ്പ്, നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ, മണ്ണിടിച്ചുള്ള പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, ഈ ആളുകളെയെല്ലാം അപകടകരമായ മേഖലയിൽ താമസിക്കുന്നവരെല്ലാം മാറ്റി പാർപ്പിക്കുന്നതിനുള്ള ക്യാമ്പുകൾ ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേക നിർദ്ദേശവും താലൂക്കുകളിലെ തഹസീൽദാർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വളരെ ജാഗ്രത നിർദ്ദേശം ജില്ലയിൽ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ അതേസമയം കാര്യമായ രീതിയിൽ മഴ ലഭിക്കുന്ന നദിയിലെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. 3 നദികളിൽ പമ്പ, അച്ചൻകോൽ, മണിവിള തുടങ്ങിയ നദിയിലെ ജലനിരപ്പുകൾ ഒന്നും തന്നെ കാര്യമായ രീതിയിൽ വെള്ളം എത്താത്തൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാവുകയും തീവ്രമായ മഴ ലഭിക്കുമെങ്കിൽ മാത്രമേ ആശങ്കയ്ക്ക് കാരണമുള്ളൂ. അത് നിലവിലത്തെ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഇല്ല. ഇപ്പോൾ മേഘാവൃതമായ അന്തരീക്ഷം മാത്രമാണ് പത്തനംതിട്ടയുള്ളത്. എൽദോ, റൈറ്റ്. പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പത്തനംതിട്ടയിൽ അതിരൂക്ഷ സാഹചര്യം നിലവിലില്ല, പേടിക്കേണ്ട സാഹചര്യമില്ല. നദികളിലൊക്കെ ജലനിരപ്പ് അത് നിയന്ത്രണാതീതമാണ്. സ്വാഭാവികമായിട്ടുള്ള ഒരു നീരൊഴുക്ക് മാത്രമേ നിലവിൽ അവിടെ പ്രകടമാകുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ തിരുവനന്തപുരത്തെ ഈ സ്മാർട്ട് സിറ്റി ആകുന്നു എന്നുള്ള കാഴ്ചയാണ്. അത് അത്ര സന്തോഷകരമായിട്ട് കാഴ്ചയല്ല. പ്രിൻസ്, ഇടുക്കിയിൽ നിന്ന് ഇടുക്കിയിലും കാര്യമായിട്ടുള്ള മഴയുടെ പ്രശ്നങ്ങൾ. എന്നാലും മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾക്ക് നിരോധനമുണ്ട്. കാര്യമായും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെയും പത്തനംതിട്ടയിലും ഒക്കെ മലയോര മേഖലകളിലേക്കുള്ള യാത്ര, ഗവി, പൊന്മുടി പോലുള്ള ടൂറിസം മേഖലകളിലേക്ക് ഇന്ന് യാത്രയ്ക്ക് പോകണ്ട. ഇന്ന് ഞായറാഴ്ച ദിനത്തിൽ അവിടേക്കുള്ള ഒരു യാത്ര ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. എന്നാണെങ്കിലും ഈ മഴയുടെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. നമ്മൾ തിരികെ എത്തും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.